കേരള സിലബസ് +1 ഫിസിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഇതിനു മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ചില വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിലൊരു ഐ ബട്ടണായി കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും അത് കാണുക. നമ്മൾ ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, Moment of inertia is the analog of mass in rotational motion, but unlike mass, it is not a fixed quantity. Question A. Moment of inertia can be regarded as a measure of rotational inertia. Why? Question B. State any 2 factors on which the moment of inertia of a rigid body depends. Question C. The moments of inertia of 2 rotating bodies A and B are IA and IB, where IA greater than IB and their angular momentum are equal. Which one has greater kinetic energy? Explain. എ പാർട്ടിൻ്റെ ആൻസർ. ഓക്കെ, എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് റിഗാർഡ് റൊട്ടേഷണൽ ഇനർഷ്യ. വൈ അല്ലേ? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഇനർഷ്യയാണ്. നമുക്കറിയാം ട്രാൻസ്ലേഷണൽ മോഷൻ, അതായത് ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറാണ് അതിൻ്റെ എന്തോന്നും മാസ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാസ് കൂടുന്തോറും ഇനർഷ്യ കൂടും. ഒരു ഒബ്ജക്റ്റിനെ മൂവ്മെൻറ്റിനെ തടയുന്നത് എന്താണോ, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ അനുവദിക്കാത്തത് എന്താണോ അല്ലേ? റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് റെസ്റ്റ് തന്നെ ഇരിക്കാൻ ട്രൈ ചെയ്യും. അതാണ് അതിൻ്റെ ഇനർഷ്യ എന്ന് പറയുക. ഇപ്പോൾ റെസ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറാണ് മാസ്. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ, ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതൊരു ഒബ്ജക്റ്റാണ്, ഇത് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറാണ് എന്തോന്ന് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ട്രാൻസ്ലേഷണൽ മോഷനിൽ മാസാണ് ഇനർഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അല്ലേ, അപ്പോൾ ഈ റൊട്ടേഷണൽ മോഷനിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് ഇനർഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറിനെയാണ് ഇനർഷ്യ എന്ന് പറയുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് റൊട്ടേഷണൽ കേസിൽ ഇനർഷ്യ ആയിട്ട് വരിക അല്ലേ? ലീനിയർ ട്രാൻസ്ലേഷണൽ മോഷനിൽ ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് ആണെങ്കിൽ, റൊട്ടേഷണൽ മോഷനിൽ ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. When translational motion, inertia depends on mass of the object. Similarly, in rotational motion, inertia depends on moment of inertia of that object. ഓക്കെ, അതാണ് ഒന്നാമത്തെ എ പാർട്ടിൻ്റെ ആൻസർ. ഇനി നമുക്ക് ബി പാർട്ടിലോട്ട് എടുക്കാം. ബി പാർട്ട് ഇതായിരുന്നു, മൊമെൻ്റ് ഓഫ് ഇനർഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടറുകൾ ഏതൊക്കെയാണ്? ഉറപ്പായിട്ടും വളരെ സിമ്പിളാണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. ഒന്നാമത്തത് മാസ് അല്ലേ? മാസ് കൂടുന്തോറും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടും. രണ്ടാമത്തത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ, നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാസ് 5 കിലോഗ്രാം ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ മാസ് 5 കിലോഗ്രാമാണ്. മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഷേപ്പ് പക്ഷേ വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ മാസ് എന്ത് തന്നെയാണ്? 5 കിലോഗ്രാമാണ്. ഓക്കെ, എങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ആക്സിസ് എടുത്താൽ, ഇതിൻ്റെ രണ്ടിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൺസിഡർ ചെയ്താൽ ഇതിലേതിനായിരിക്കും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ? രണ്ടിനും ഒരേ മാസാണ്, മാസ് സെയിം ആണ്. ഓക്കെ, പക്ഷേ സൈസ് വ്യത്യാസമാണ് അല്ലേ? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ ഏതിനായിരിക്കും? ആദ്യത്തെ, അതായത് ഇതിന് ഈ ഒബ്ജക്റ്റ് സൈസ് കൂടിയ ഒബ്ജക്റ്റിന് ഇതിനായിരിക്കും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ. കാരണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിൽ നിന്നും ഇതിൻ്റെ പാർട്ടിക്കിൾസുകൾ ഇരിക്കുന്നത് വളരെ വളരെ ദൂരെയാണ്. അടുത്തുകൊണ്ട് ദൂരെയുണ്ട്, പക്ഷേ ഇവിടുത്തെ പാർട്ടിക്കിളുകളെല്ലാം ആക്സിസിനോട് വളരെ അടുത്താണ്. ഓക്കെ, അതായത് എങ്ങനെയാണ് ഇതിലെ പാർട്ടിക്കിൾസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ആക്സിസിൽ നിന്നും എങ്ങനെയാണ് അതിന് ചുറ്റും പാർട്ടിക്കിൾസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, വളരെ അടുത്തടുത്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, നമ്മൾ കറങ്ങുന്ന ആക്സിസിൻ്റെ വളരെ അടുത്തടുത്താണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വളരെ കുറവായിരിക്കും. ആക്സിസിൽ നിന്നും വളരെ ദൂരോട്ടൊക്കെ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഒന്ന്, നമ്പർ 1 മാസ്, നമ്പർ 2 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് എബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അതിൻ്റെ ആക്സിസിൽ നിന്നും എങ്ങനെയാണ് പാർട്ടിക്കിൾസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയും ഫാക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഷേപ്പ്, സൈസ്, അതിനെയൊക്കെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്വസ്റ്റ്യനിൽ 2 പോയിൻറ്റ് ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ 2 പോയിൻറ്റ് എഴുതിയാൽ മതി. മാസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് എബൌട്ട് ഇറ്റ്സ്
ആക്സിസ്. ഇപ്പോൾ സി പാർട്ടിലൂടെ എടുക്കാം. ക്വസ്റ്റ്യൻ സി. ക്വസ്റ്റ്യൻ സിയിൽ രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്. എ എന്ന് പറയുന്ന ഒബ്ജക്റ്റും ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റും, എയും ബിയും. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ഒന്നാമത്തെ എയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എയും ബിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ബിയുമാണ്. ഐ എയും ഐ ബിയും. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ആംഗുലർ മൊമെൻറ്റം സെയിം ആണെന്നാണ്. അതായത് എൽ എ ഇസിക്കൽ ടു എൽ ബി, രണ്ടിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്. അപ്പോൾ എൽ എ ഇസിക്കൽ ടു എൽ ബി രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്കതിനെ എൽ എന്നെടുക്കാം. എയുടെ ആംഗുലർ മൊമെൻറ്റും ബിയുടെ ആംഗുലർ മൊമെൻറ്റും എന്ത് തന്നെയാണ്? എൽ തന്നെയാണ്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇതിലേതിനാണ് കൈനറ്റിക് എനർജി കൂടുതലെന്നാണ്. അപ്പോൾ എയുടെ കൈനറ്റിക് എനർജിയെ കെ എ എന്നും ബിയുടെ കൈനറ്റിക് എനർജിയെ കെ ബി എന്നും എടുത്താൽ നമുക്കറിയാം കൈനറ്റിക് എനർജിയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും കൈനറ്റിക് എനർജിയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും മൊമെൻ്റവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. നമ്മൾ സാധാരണ ട്രാൻസ്ലേഷൻ മോഷനിൽ കൈനറ്റിക് എനർജി ഇസിക്കൽ ടു പി സ്ക്വയർ ബൈ 2m എന്ന് എഴുതാറുണ്ട് അല്ലേ. ഇത് ട്രാൻസ്ലേഷണൽ മോഷൻ. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ മൊമെൻ്റത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2m. റൊട്ടേഷണൽ മോഷനിൽ ഇതെങ്ങനെ വരും? കൈനറ്റിക് എനർജി ഇസിക്കൽ ടു പിക്ക് പകരം ലീനിയർ മൊമെൻ്റത്തിന് പകരം ആംഗുലർ മൊമെൻ്റം വരും. അതായത് എൽ സ്ക്വയർ ബൈ 2 ഇൻറ്റു മാസിന് പകരം ഇവിടുത്തെ ഇനർഷ്യ വരും. ഓക്കെ, ഇതാണ് ഫോർമുല. കെ ഇസിക്കൽ ടു റൊട്ടേഷണൽ മോഷനിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല കെ ഇസിക്കൽ ടു എൽ സ്ക്വയർ ബൈ 2i ആണ്. അപ്പോൾ നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി കെ എ ഇസിക്കൽ ടു ആദ്യത്തെ ബോഡി ആണെങ്കിലും രണ്ടാമത്തെ ബോഡി ആണെങ്കിലും ആംഗുലർ മൊമെൻറ്റം എൽ തന്നെയാണ്. അതുകൊണ്ട് എൽ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി, എൽ എ സ്ക്വയർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഐ എ അല്ലേ. രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി കെ ബി എന്ന് പറയുന്നത് അതും എൽ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഐ ബി ആണ്. ഓക്കെ, ഇനി നമുക്കിത് കമ്പയർ ചെയ്യാം. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ രണ്ടിൽ എല്ല് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, എല്ല് സെയിം ആണ്. അപ്പോൾ എല്ല് കോൺസ്റ്റൻ്റ് ആണ്, 2ഉം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ എൽ സ്ക്വയർ ബൈ 2 കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് എഴുതാം കെ എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ അല്ലേ. ഐ എ ഡിനോമിനേറ്ററിലായതുകൊണ്ട് കെ എയും കെ ബിയും എന്താണ്? ഐ എക്ക് ഐ ബിക്കും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. കാരണം എല്ലും 2ഉം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് ഡിനോമിനേറ്റർ കിടക്കുന്നതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതിനാണോ ആംഗുലർ മൊമെൻ്റം സെയിം ആണെങ്കിലാണ് ഈ കേസ്. ആംഗുലർ മൊമെൻ്റം സെയിം ആണെങ്കിലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂ. അപ്പോൾ ആംഗുലർ മൊമെൻ്റം സെയിം ആണെങ്കിൽ ഏതിനാണോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറവ് അതിനായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ. ഏതിനാണോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ അതിനായിരിക്കും കൈനറ്റിക് എനർജി കുറവ്. ഇവിടെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഏതിനാണ് കൂടുതലെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. എയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതലും ബിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറവുമാണ്. അപ്പോൾ നമുക്കറിയാം ഏതിനാണോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറവ് അതിനായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പോൾ ഏതിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ? ബിക്ക് കൈനറ്റിക് എനർജി കൂടുതലും എയ്ക്ക് കൈനറ്റിക് എനർജി കുറവുമാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല എൽ സ്ക്വയർ ബൈ 2i ആണ്. ഇതിൽ എൽ എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആയതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആണ്, 2ഉം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് മാറ്റിയാൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഏതിനാണോ കുറവ് അതിനായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പോൾ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറവ് ഏതിനാണ്? ബിക്കാണ്. അപ്പോൾ അതിനായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പോൾ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. രണ്ട് ഒബ്ജക്റ്റുകളുടെ ആംഗുലർ മൊമെൻറ്റം സെയിം ആണെങ്കിൽ ഏതിനാണോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറവ് അതിനായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ. Define center of mass of a system of n particles. Obtain an expression for rotational kinetic energy. Derive an expression for angular momentum in terms of moment of inertia. Question C. Write relation between torque and angular momentum. A question. Define center of mass എന്നാണ്. സെൻറ്റർ ഓഫ് മാസ് ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യാം. വളരെ സിമ്പിളാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. ഈ ഒബ്ജക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം അല്ലേ. ഫ്രെയിം ഓഫ് റെഫറൻസ് അതായത് എക്സ് ആക്സും വൈ ആക്സൊക്കെ ഉള്ളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒറിജിൻ. ഇതിൽ ഇഷ്ടം പോലെ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്, കോടിക്കണക്കിന് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. ഇതിൽ ഓരോ പാർട്ടിക്കിൾസിൻ്റെ മാസ് m1 m2 m3 m4 m5 ഇങ്ങനെ അവസാനം mn
mn ആണെങ്കിൽ ഒന്നാമത്തെ മാസിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്താണ് r1 രണ്ടാമത്തെ മാസിൻ്റെ പൊസിഷൻ വെക്റ്റർ r2 മൂന്നാമത്തെ മാസിൻ്റെ പൊസിഷൻ വെക്റ്റർ r3 ഇങ്ങനെ എക്സെട്ര അവസാനത്തെ പാർട്ടിക്കിൾ അതായത് mnൻ്റെ പൊസിഷൻ വെക്റ്റർ rn ആണെങ്കിൽ അല്ലേ. Okay, consider an object which consists of so many particles with a mass m1, m2, m3, etc. up to mn. Let the position vector of first mass be r1, second mass be r2, etc. nth mass be mn. mn അല്ല rn. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും പൊസിഷൻ വെക്ടറുകൾ r1, r2 എന്നെടുത്താൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ RCM എന്നെടുത്താൽ RCM സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ RCM സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ മാസിനെ അതിൻ്റെ പൊസിഷൻ വെക്ടർ കൊണ്ട് ഇൻഡ് ചെയ്യണം, പ്ലസ് രണ്ടാമത്തെ മാസിനെ അതിൻ്റെ പൊസിഷൻ വെക്ടർ കൊണ്ട് ഇൻഡ് ചെയ്യണം, പ്ലസ് മൂന്നാമത്തെ മാസിനെ അതിൻ്റെ പൊസിഷൻ വെക്ടർ കൊണ്ട് ഇൻഡ് ചെയ്യണം, അങ്ങനെ എക്സെട്ര പ്ലസ് nth മാസിനെ അതിൻ്റെ പൊസിഷൻ വെക്ടറായ rn കൊണ്ട് ഇൻഡ് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ഇതിൻ്റെ എല്ലാ മാസുകളും ആഡ് ചെയ്യണം, m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര പ്ലസ് mn അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ചുരുക്കി ഇങ്ങനെ എഴുതാം, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ ഇസിക്കൽ ടു എന്താണ്, ഇത് 1 2 3 4 എന്ന് n വരെ പോകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനെ സിഗ്മ അല്ലേ സമ്മേഷൻ i ഇസിക്കൽ ടു 1 to n 1 മുതൽ n വരെ, എന്നിട്ട് mi ri എന്ന് എഴുതാം. mi ri ഐക്ക് 1 കൊടുത്താൽ m1 r1 സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ് m1 r1 പ്ലസ് അടുത്ത് 2 കൊടുക്കുക m2 r2 പ്ലസ് m3. ഇത് ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതിൻ്റെ ഷോർട്ട് ഫോമാണിത്. സിഗ്മ i ഈക്വൽ ടു 1 to n mi ri എന്ന് എഴുതാം. ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര പ്ലസ് mn. ഇതിൻ്റെ എല്ലാ മാസും കൂടെ ആഡ് ചെയ്യണം. എല്ലാ മാസും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ മാസ് കിട്ടും. ഓക്കെ, ഇതാണ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. സെൻറ്റർ ഓഫ് മാസ് RCM ഇസിക്കൽ ടു സമ്മേഷൻ i ഇസിക്കൽ ടു 1 to n mi ri ഡിവൈഡ് ബൈ m. ഇത് 3 ഡയമെൻഷനായിട്ടുള്ള കേസാണ്. 1 ഡയമെൻഷനിലാണെങ്കിൽ നമ്മൾ m1 x1 പ്ലസ് m2 x2 എന്നൊക്കെയാണ് എഴുതുക. ഇവിടെ നമ്മൾ സെൻറ്റർ ഓഫ് മാസിനെ ജനറലായിട്ട് ഡിഫൈൻ ചെയ്തതാണ്. ഓക്കെ, എ പാർട്ട് ഇവിടെ അവസാനിക്കുന്നില്ല. എ പാർട്ടിന് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. അതാണ് എയുടെ അടുത്ത പാർട്ട്. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഒരു ബോഡി കൺസിഡർ ചെയ്യുക, ഒരു ഇറഗുലർ ആയിട്ടുള്ളൊരു ബോഡി കൺസിഡർ ചെയ്യുക. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കിൾസും ഓരോരോ വെലോസിറ്റിയിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ സാധാരണ രീതിയിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഹാഫ് mv² ആണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുലയിൽ റൊട്ടേഷണൽ കേസിൽ v എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, ഓരോ പാർട്ടിക്കിളിനും v ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ v നമുക്ക് ഒമേഗയുടെ കേസിലോട്ട് മാറ്റണം. അതായത് ഓരോ പാർട്ടിക്കിളും ഇവിടുത്തെ പാർട്ടിക്കിളിന് സ്പീഡ് കൂടുതൽ, ഈ ആക്സിൽ കൂടെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആക്സിസിൻ്റെ അടുത്തുള്ള പാർട്ടിക്കിളുകൾ വളരെ പതുക്കെ റൊട്ടേറ്റ് ചെയ്യും, സ്പീഡ് കുറവായിരിക്കും. ദൂരെയുള്ള പാർട്ടിക്കിൾസുകൾക്ക് വെലോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ v കോൺസ്റ്റൻ്റ് അല്ല, അതുകൊണ്ട് v നമുക്ക് മാറ്റണം. ഇത് കറങ്ങുന്ന ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒമേഗ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ, നമ്മൾ തിയറിയിൽ പഠിച്ചതാണ്. ഒമേഗ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ലീനിയർ വെലോസിറ്റി v കണ്ടുപിടിക്കേണ്ട ഫോർമുല r ഒമേഗയാണ് അല്ലേ. അപ്പോൾ v കണ്ടുപിടിക്കേണ്ട ഫോർമുല r ഒമേഗ ആയതുകൊണ്ട് അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കേസിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല ½ ഇൻറ്റു m ഇൻറ്റു വിക്ക് പകരം r ഒമേഗ. വിക്ക് സ്ക്വയർ ഉണ്ട്, അപ്പോൾ r ഒമേഗയ്ക്ക് എന്ത് ഇടണം? സ്ക്വയർ ഇടണം. അപ്പോൾ എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ ഇൻറ്റു m ഇൻറ്റു r സ്ക്വയർ ഒമേഗയ്ക്കും സ്ക്വയർ അല്ലേ, m r² ഒമേഗ². ഇനി നമുക്കറിയാം ഒമേഗ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഒമേഗ ഇത് എല്ലാ പാർട്ടിക്കിൾസും കറങ്ങുന്ന ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഒരു സെക്കൻഡിൽ അത് 360 ഡിഗ്രി കറങ്ങുമെങ്കിൽ, ഒരു പാർട്ടിക്കിൾ 360 ഡിഗ്രി കറങ്ങുമെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസും ഒരു സെക്കൻഡിൽ 360 തന്നെ കറങ്ങും. ഒരേ സ്പീഡിലായിരിക്കും അത് കറങ്ങുക. ആംഗുലർ വെലോസിറ്റി സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, ഹാഫും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് k ഇസിക്കൽ ടു ½ ഒമേഗ² ഞാൻ അടുത്തടുത്ത് എഴുതി. ബാക്കി ആരൊക്കെ ഉണ്ട്? mr². ഇത് ഒരു പാർട്ടിക്കിളിനാണ്. അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസും എടുത്താൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ ഇൻറ്റു ഒമേഗ² ഇൻറ്റു എന്ത് ചെയ്യണം? എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കണം, mr².
ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ വെക്ടറാണെന്ന് തോന്നുന്നു ആർ. അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസും എടുക്കുക. ഈ ഹോൾ ബോഡി എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, എം ആർ സ്ക്വയറിന് സം ചെയ്തെടുക്കണം, എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇസിക്കൽ ടു കൈനറ്റിക് എനർജി ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ഈ എം ആർ സ്ക്വയറിൻ്റെ സം, അതായത് ഐ ഇസിക്കൽ ടു 1 to n mi ri. ഇത് ഈ ഫോർമുല എന്ന് പറയുന്നത് എന്തിൻ്റെ ഫോർമുലയാണ്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുലയാണ്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് സിഗ്മ ഐ ഇസിക്കൽ ടു 1 to n mi ri സ്ക്വയർ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ അവസാനം? കെ ഇസിക്കൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അല്ലേ. അപ്പോൾ ഹാഫ് ഉണ്ട്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇതാണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല. നമ്മുടെ ഈ ട്രാൻസ്ലേഷണൽ മോഷനിൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇത് എമ്മിന് പകരം ഐ, വിക്ക് പകരം ഒമേഗ ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്? നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുക്കുക, ആ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ആ വിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇനി ഏത് പാർട്ടിക്കിളാണെങ്കിലും ഒമേഗ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഹാഫും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് ഹാഫും ഒമേഗ സ്ക്വയറും നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതി, എം ആർ സ്ക്വയർ അങ്ങോട്ട് നീക്കി എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇത് ഒരു പാർട്ടിക്കിൾസിൻ്റെ കേസാണ്. ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതിനെ എന്ത് ചെയ്യണം? സം ചെയ്യണം. ഐ ഇസിക്കൽ ടു 1 to n വരെ ആഡ് ചെയ്തെടുക്കണം. ആഡ് ചെയ്തെടുക്കുമ്പോൾ അതെന്തായി മാറും? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് മാറും. അപ്പം കൈനറ്റിക് എനർജി ഇസിക്കൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഡെറിവേഷൻ. ഇനി അടുത്ത പാർട്ടാണ് ബി പാർട്ട്. അതും ഒരു ഡെറിവേഷനാണ്. ഡെറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം. വെക്റ്റർ അല്ലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ഇസിക്കൽ ടു ആർ ക്രോസ് പി ആണ് അല്ലേ. ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കേണ്ട ഫോർമുല വെക്റ്ററിൽ എഴുതുകയാണെങ്കിൽ ആർ ക്രോസ് പി. പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം, ആർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ. ഓക്കെ, ആർ ക്രോസ് പി ആണ്. അപ്പോൾ നമ്മളിവിടെ വെക്റ്ററായിട്ട് എടുക്കുന്നില്ല. നമ്മൾ സാധാരണ വെക്റ്റർ ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ ആർ ഇൻറ്റു പി ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കേണ്ട ഫോർമുല ആർ ഇൻറ്റു പി. വെക്റ്റർ അല്ലാതെ എടുക്കുകയാണെങ്കിൽ ആർ ഇൻറ്റു പി എന്ന് എഴുതാം. ഇനി എൽ ഇസിക്കൽ ടു, നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ടേംസിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ എന്ത് കൊണ്ടുവരണം? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൊണ്ടുവരണം. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൊണ്ടുവരണമെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ ആണ്. സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ ആണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പോൾ ഇതിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ മാസും റേഡിയസും ഒക്കെ ഇതിലോട്ട് കൊണ്ടുവരണം. ആർ ഇതിലുണ്ട് ഓൾറെഡി, നമുക്കിതിൽ മാസമൊക്കെ കൊണ്ടുവരണം. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതാണ്. ആർ ഇൻറ്റു പിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, അപ്പോൾ മാസ് വന്നു. ഇനി ഒരു ആറും കൂടെ വരണ്ടേ? ഇവിടെ ആർ സ്ക്വയർ വേണം. ഇവിടെ ആറേ ഉള്ളൂ, അപ്പോൾ ഒരു ആർ സ്ക്വയറും കൂടെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആർ ഇൻറ്റു എം ഇൻറ്റു, ഇതിന് കാരണം എന്താ? സിൻസ് പി ഇസിക്കൽ ടു എം വി ആണ്. പിക്ക് വരെ എം വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ഈ വെലോസിറ്റി മാറ്റാൻ പോവുകയാണ്. വെലോസിറ്റി വി ഇസിക്കൽ ടു എന്താണ്? നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ എഴുതിയതാണ്. വി ഇസിക്കൽ ടു ആർ ഒമേഗയാണ്. അപ്പോൾ വിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? ആർ ഒമേഗ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, എൽ ഇസിക്കൽ ടു എം ഉണ്ട്, ആർ ഇൻറ്റു ആർ സ്ക്വയർ ഉണ്ട്, ഒമേഗയുണ്ട്. കണ്ടോ? ഇപ്പോൾ എന്താണ്? എം ആർ സ്ക്വയർ വന്നതുണ്ടോ? എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. ഇതൊരു പാർട്ടിക്കിളിൻ്റെയാണ്. മൊത്തം പാർട്ടിക്കിൾസ് എടുക്കുമ്പോൾ സിഗ്മ വരും. സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഐ ആണ്. അതുകൊണ്ട് എൽ ഇസിക്കൽ ടു എം ആർ സ്ക്വയറിന് പകരം ഐ ഒമേഗ. കാരണം എന്താണ്? സിൻസ് എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് പറയുന്നത് എൽ ഇസിക്കൽ ടു ഐ ഒമേഗയാണ്. ഇത് നമ്മൾ ലീനിയർ മൊമെൻറ്റത്തിലാണെങ്കിൽ പി ഇസിക്കൽ ടു എം വി എന്ന് എഴുതും. ഇവിടെ പിക്ക് പകരം ലീനിയർ മൊമെൻറ്റത്തിന് പകരം ആംഗുലർ മൊമെൻറ്റം, മാസിന് പകരം ഇനർഷ്യ, വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റി. ഓക്കെ, ഇതാണ് ഡെറിവേഷൻ. ഒരിക്കൽ കൂടെ ആംഗുലർ മൊമെൻറ്റം ആർ പി, പിക്ക് വരെ എം വി കൊടുക്കുക, വിക്ക് വരെ ആർ ഒമേഗ കൊടുക്കുക, ആറും കൂടെ ഒരുമിച്ച് എഴുതുക. എം ആർ സ്ക്വയറിന് പകരം ഐ എഴുതുക. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഇസിക്കൽ ടു ഐ ഒമേഗ. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. അടുത്ത റൈറ്റ് റിലേഷൻ ബിറ്റ്വീൻ സി പാർട്ട് എന്ന് പറയുന്നത് റൈറ്റ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം എന്നാണ്. ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഈ ടോർക്കും ആംഗുലർ മൊമെൻറ്റം തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ടോ ഇസിക്കൽ ടു എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം, ഡി എൽ ബൈ ഡി ടി ആണ്. ഓക്കെ, ഇതറിയാമെങ്കിൽ നമുക്ക് ഡെറിവേഷൻ വളരെ സിമ്പിളായിരിക്കും. ടോർക്ക് നമ്മളെ ഫോഴ്സ്, നമ്മളെ ട്രാൻസ്ലേഷണൽ മോഷനിൽ എഫ് ഇസിക്കൽ ടു ഡി പി ബൈ ഡി ടി ആണ് അല്ലേ. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. എഫ് ഇസിക്കൽ ടു ഡി പി ബൈ ഡി ടി ആണ്. ഈ പിക്ക് പകരം റൊട്ടേഷനിൽ എൽ വരും. ലീനിയർ മൊമെൻറ്റത്തിന് പകരം ആംഗുലർ മൊമെൻറ്റം, ഫോഴ്സിന് പകരം വരുന്നതാണ് ടോർക്ക്. ടോർക്ക് ഇസിക്കൽ ടു ഡി എൽ ബൈ ഡി ടി ആണ്. ഇതറിയാമെങ്കിൽ ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, എല്ലിൻ്റെ ഫോമുല എഴുതുക. എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെക്റ്റർ ഫോമിലാണ് നമ്മളിവിടെ ചെയ്യുക. ആർ ക്രോസ് പി ആണ് അല്ലേ, ആർ ക്രോസ് പി ആണ് എൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോർക്കാണ്. ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആംഗുലർ മൊമെൻറ്റത്തിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടി. ടി കൊണ്ട് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. WRT എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് ടു ടി എന്നാണ്. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, എല്ലിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dl/dt ഇസിക്കൽ ടു റൈറ്റ് സൈഡിൽ d/dt ഓഫ് ആർ ക്രോസ് പി എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇസിക്കൽ ടു രണ്ടെണ്ണം ഇൻറ്റു ചെയ്യാൻ വരികയാണെങ്കിൽ, ഇൻറ്റു ഫംഗ്ഷൻ കിടക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്ന ഒരു റൂളുണ്ട്, അത് വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് ആദ്യത്തെ ഫംഗ്ഷൻ, അതായത് ആർ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതായത് dp/dt ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് dr/dt ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇങ്ങനെയാണ് ഈക്വൽ ടു ആർ ക്രോസ് ഈ dp/dt. dp/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ്, ലീനിയർ മൊമെൻറ്റ്, അതെന്താണ്, ഫോഴ്സ് ആണല്ലേ. അപ്പോൾ dp/dtക്ക് വരെ നമുക്ക് എന്ത് എഴുതാം, ഫോഴ്സ് എഴുതാം, എഫ്, പ്ലസ് പിക്ക് നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാമല്ലോ, മാസ് ഇൻറ്റു വെലോസിറ്റി. dr/dt എന്ന് പറഞ്ഞാലും വെലോസിറ്റി ആണല്ലോ അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. dr/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിന് വരെ നമുക്ക് വെലോസിറ്റി എഴുതാം. അപ്പോൾ ഇസിക്കൽ ടു ആർ ക്രോസ് എഫ് ഞാൻ അതുപോലെ എഴുതി. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ലെഫ്റ്റ് സൈഡ് മറക്കരുത്, dl/dt ആർ ക്രോസ് എഫ് എന്ന് എഴുതി, പ്ലസ് ഇനി എം ഇൻറ്റു വി ക്രോസ് വി. നിങ്ങൾക്കറിയാം എ ക്രോസ് എ എന്ന് പറയുന്നത് വെക്റ്റർ പ്രോഡക്റ്റ്, എ ക്രോസ് എ എന്ന് പറയുന്നത് 0 ആണ്. ഒരേപോലുള്ള രണ്ട് വെക്ടറുകൾ തമ്മിൽ ക്രോസ് ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. അതുകൊണ്ട് വി ക്രോസ് വി 0 ആയി പോവും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എന്തായി പോവും, 0 ആയി പോവും. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്, dl/dt ഇസിക്കൽ ടു ആർ ക്രോസ് എഫ്. dl/dt ഇസിക്കൽ ടു ആർ ക്രോസ് എഫ് എന്ന് വരും. അപ്പോൾ ആർ ക്രോസ് എഫ് എന്താണ്, ആർ ക്രോസ് എഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടോർക്ക് എന്ന് പറയുക, ടോർക്ക്. ഓക്കെ, ആർ ക്രോസ് എഫ് ആണ് ടോർക്ക്. അപ്പോൾ ആർ ക്രോസ് എഫിന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, dl/dt ഇസിക്കൽ ടു ആർ ക്രോസ് എഫിന് വരെ ടോർക്ക് എന്ന് എഴുതുന്നു. ഇതാണ് ആംഗുലർ മൊമെൻറ്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ. ആർ ക്രോസ് എഫിന് വരെ ടോർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടോ ഇസിക്കൽ ടു dl/dt ഈ ഫോമിൽ കിട്ടും. ശരി, അപ്പോൾ ഒരിക്കൽ കൂടെ ആംഗുലർ മൊമെൻറ്റം എൽ ഇസിക്കൽ ടു ആർ ക്രോസ് പി എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് അതിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ dp/dt എന്ന് പറയുന്നത് ഫോഴ്സ് ആയിട്ട് മാറും, dr/dt എന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് മാറും, പിക്ക് പകരം മാസിൻ്റെ വെലോസിറ്റി എന്ന് എഴുതുക. അപ്പോൾ വി ക്രോസ് വി, ഒരേ വെക്ടറുകൾ നമ്മൾ ക്രോസ് ചെയ്താൽ അത് 0 ആയി പോകും. അപ്പോൾ dl/dt ഇസിക്കൽ ടു ആർ ക്രോസ് എഫ് എന്ന് മാത്രം വരും. ഈ ആർ ക്രോസ് എഫ് എന്ന് പറയുന്ന ഫോമുല, ആർ ക്രോസ് എഫിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ടോർക്കാണ്. ആർ ക്രോസ് എഫ് ആണ് ടോർക്ക് കണ്ടുപിടിക്കേണ്ട ഫോമുല. അപ്പോൾ ആർ ക്രോസ് എഫിന് വരെ നമുക്ക് എന്ത് എഴുതാം, ടോർക്ക് എഴുതാം. വെക്റ്റർ സിമ്പിൾ എഴുതാൻ മറക്കരുത്, എല്ലാത്തിനും വെക്റ്റർ സിമ്പിൾ എഴുതുക. അപ്പോൾ ടോർക്ക് ഇസിക്കൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ 2 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒരിക്കൽ കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ ചാനൽ വരുന്ന തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ കിട്ടാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.